ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മളെല്ലാവരും എപ്പോഴും ബീഫ്, മട്ടൺ, ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ എന്നിവ കൊണ്ടല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറ്. അതൊന്നുമല്ലാതെ ചെമ്മീൻ കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ബസ്മതി റൈസ്, ചെമ്മീൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, സവാള 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, തക്കാളി 3 എണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, നാരങ്ങാനീര്, ഗരം മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, ഓയിൽ, നെയ്യ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച ചെമ്മീനാണിത്. ആദ്യമായിട്ട് ചെമ്മീനിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇതിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അധികം കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ അപ്പം തന്നെ ഇതായി വരും. എണ്ണ നല്ല ചൂടായി കിടക്കണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിലോട്ട് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഈ ചെമ്മീനിൽ.
ഈ ഞാനിപ്പോൾ ഉള്ളിയൊക്കെ വറുക്കാൻ പോണത് ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ മസാലയിലോട്ട് വരുന്നതാണ്. ഇനി ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഓരോ സൈഡ് നമുക്ക് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എണ്ണയിലോട്ട് തന്നെ ഇടുകയാണെങ്കിൽ അതാണ് നല്ല ടേസ്റ്റായിട്ട് വരിക. നിങ്ങൾക്ക് എണ്ണ മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റാണ്. ഈ സവാള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ തന്നെ മനസ്സിലാക്കാം. ഇത് തക്കാളിയൊക്കെ കണ്ടില്ലേ, നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പൊടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയും ചെമ്മീനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പുതിന, മല്ലിച്ചപ്പ് എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പിൻ്റെ അളവ് കൂടി ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കൂടെ തന്നെ നമുക്ക് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാല ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്തത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്ക് നിങ്ങൾ വെള്ളം എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം.
ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ തളയൊക്കെ വന്നിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ തന്നെ കുറച്ച് പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് കുറച്ച് റൈസ് മാറ്റി വയ്ക്കാം. കുറച്ച് റൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളം മാറ്റണം. ഇപ്പോൾ അത് പകുതി ആയിട്ടുണ്ട്. ഇനി ആ പകുതി ഭാഗത്തേക്ക് സെൻട്രലിലോട്ട് നമുക്ക് ഈ മസാല ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ മസാലയും റൈസും ഒക്കെ ഉണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഈ റൈസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന എന്നിവ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതാ മസാലകളൊക്കെ കണ്ടില്ല, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഇവിടെ റെഡിയായി, നന്നായിട്ട് നല്ല മസാലയും റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ആദ്യമൊന്നും ചെമ്മീൻ ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇക്ക കഴിക്കണ കണ്ടിട്ട് പിന്നെ ഞാനും അങ്ങനെ കഴിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ഡെയിലി ഉണ്ടാക്കാറുണ്ട് എപ്പോഴും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, മക്കൾക്കാണെങ്കിലും അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.